ലോകരക്ഷകനാകുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. മനുഷ്യൻ്റെ ഭൗതിക ജീവിതത്തിന് അനേക ഉദ്ദേശങ്ങൾ ഉണ്ടാകാം. എന്നാൽ ആത്മീക ജീവിതത്തിന് ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ: വല്ലവിധേനയും ദൈവത്തെ പ്രസാദിപ്പിച്ച് മനുഷ്യർക്കും ദൈവത്തിനും കൊള്ളാവുന്നവരായി ജീവിക്കുക എന്നത്. ഇന്ന് ഞാനിവിടെ അല്പസമയം ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് ലൈഫ് ചേഞ്ചിങ് പവർ ഓഫ് ക്രൈസ്റ്റ്, നമ്മുടെ ജീവിതത്തെ മാറ്റിമറിപ്പാൻ കഴിവുള്ള ദൈവശക്തി എന്നതിനെക്കുറിച്ച് ഞാനിവിടെ സംസാരിക്കുന്നു. യേശുവിൻ്റെ ജീവിതത്തിന് ഒറ്റ ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: ദൈവത്തെ മനുഷ്യന് പരിചയപ്പെടുത്തുക, മനുഷ്യനെ ദൈവത്തോട് നിരപ്പിക്കുക. അല്ലെങ്കിൽ ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ബൈബിളിൻ്റെ സെൻറ്റർ തീം, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്തെന്ന് ചോദിച്ചാൽ, പാപത്തിൻ്റെ അടിമത്തത്തിൽ, പാപത്തിൻ്റെ അരാജകത്വത്തിൽ തകർന്നു കിടന്ന മനുഷ്യനെ ദൈവത്തോട് നിരപ്പിക്കുക, ദൈവസ്നേഹത്തിന് അല്ലെങ്കിൽ ദൈവരാജ്യത്തിന് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കുക എന്നതായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ വരവിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു, മനുഷ്യനെ ദൈവത്തോട് നിരപ്പിക്കുക, ദൈവത്തെ മനുഷ്യന് പരിചയപ്പെടുത്തി കൊടുക്കുക. ബ്രിങ്ങിങ് ഗോഡ് ടു മാൻ ആൻഡ് മെൻ ടു ഗോഡ്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 37-ാം വാക്യം വായിക്കുമ്പോൾ അതവിടെ വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തുകൾ പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ശൂന്യതകൾ മാറി ദൈവത്തിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ ഒഴുകത്തക്കവണ്ണം ദൈവം ഒരുവനെ ശക്തനാക്കുന്നു. ദൈവവുമായുള്ള വ്യക്തിബന്ധമാണ് ഒരുവൻ്റെ ജീവിതത്തിന് വിജയത്തിന് കാരണമായി തീരുന്നത്. അത് പുറം ലോകവുമായിട്ടുള്ള ബന്ധം എന്നതിനേക്കാൾ കൂടുതൽ ഇന്റേണൽ റിലേഷൻഷിപ്പ് ആസ് വെൽ ആസ് ദ റൈറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? ഇന്ന് ഭൗതിക ലോകത്തേക്ക് നോക്കിയാൽ വല്ലവിധേനയും കളിപ്പിച്ചും ചതിച്ചും തെറ്റിദ്ധരിപ്പിച്ചും എങ്ങനെയെങ്കിലും എന്തെങ്കിലും നേടണം എന്നുള്ള ലക്ഷ്യത്തോടെ അനേകർ ഓടിക്കൊണ്ടിരിക്കുക. എന്നാൽ അതിൻ്റെ നടുവിൽ ദൈവവചനത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തിന് പ്രയോജനകരമാകുന്ന ഒരു ജീവിതത്തിനായി നമ്മളെ തന്നെ ഒരുക്കുക എന്നത് വലിയ പ്രാധാന്യമുള്ള വിഷയമായി ഞാൻ കാണുന്നു. ഞാനിവിടെ വായിപ്പാൻ ആഗ്രഹിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ, യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നതിൻ്റെ ഏറ്റവും പ്രധാന ലക്ഷ്യം അവിടെ വരച്ച് കാണിപ്പാൻ കാണുന്നു. കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. സൃഷ്ടിപ്പിന് ശേഷം ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ ആക്കി വെച്ചപ്പോൾ അവിടെ നിന്ന് മനുഷ്യനെ തട്ടിയെടുത്ത് തന്നെ പാപത്തിൽ ആഴ്ത്തി ദൈവ തേജസ്സിൽ നിന്ന് നശിപ്പിച്ച് ഈ ലോകത്തിനെ അടിമയാക്കി തീർത്ത മനുഷ്യനെ, അല്ലെങ്കിൽ 10-ാം വാക്യം വായിക്കുമ്പോൾ, കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനത്രേ മനുഷ്യപുത്രൻ വന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ നാം തിരിച്ചറിയുക, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും ദൈവവുമായി ഒരു വ്യക്തിബന്ധം പുലർത്തുവാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം ഒരു യഥാർത്ഥ പരാജയമായി മാറുന്നു എന്ന് നാം മറന്നു പോകരുത്. പിന്നെയും ഞാനിവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഭൗതിക സൗകര്യങ്ങൾ, സ്ഥാനമാനങ്ങൾ ദൈവത്തോടുള്ള ബന്ധം പുനഃസ്ഥാപിക്കുന്നില്ല. ഭൗതിക സ്ഥാനമാനങ്ങൾ, സൗകര്യങ്ങൾ ഒക്കെ ഒരുപക്ഷെ
പല നിലകളിലും മനുഷ്യരെ ദൈവത്തിങ്കൽ നിന്ന് അകറ്റിക്കളയുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 19 അധ്യായത്തിൽ സക്കായിയെ യേശു തിരഞ്ഞെടുക്കുന്നതാണ്. താൻ ധനികനായിരുന്നു, വ്യക്തമായ പ്ലാനുകളും പദ്ധതികളുമുള്ള മനുഷ്യനായിരുന്നു, ലോകവുമായിട്ടും ചുറ്റുപാടുമായിട്ടും വ്യക്തമായ ബന്ധമുണ്ടായിരുന്നു. എന്നാൽ ജീവിതത്തിൽ ഒരിക്കലും കാണേണ്ടുന്നവനെ കാണുവാൻ തനിക്ക് കഴിഞ്ഞില്ല. ഇന്നെന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, ഒരുപക്ഷെ നിങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ടാകാം, ആരാധിക്കുന്നുണ്ടാകാം, ഉപവസിക്കുന്നുണ്ടാകാം, പല ആത്മീയ പ്രവർത്തനങ്ങൾക്കായി മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ടാകാം. എന്നാൽ ജീവിതയാത്രയിൽ ഒരു കാര്യം വളരെ വ്യക്തമായി ഇപ്പോൾ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മളും കാണേണ്ടുന്നവനെ വ്യക്തമായി കാണുന്നില്ലെങ്കിൽ നാമും നാശത്തിൻ്റെ പക്കലേക്കാണ്. ഒരുപക്ഷെ പലപ്പോഴും പലരും കരുതുന്നത് ഈ ജീവിതയാത്രയിൽ ദൈവത്തെ ഞാൻ ആരാധിക്കുന്നു, ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, എന്നാൽ എനിക്കിഷ്ടമുള്ളതുപോലെയൊക്കെ ജീവിക്കാമെന്നുള്ളതാണ്. ഭൗതിക സ്ഥാനമാനങ്ങൾ, സുഖസൗകര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൻ്റെതാകുന്ന അവസ്ഥകളൊന്നും ഒരുവനെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല. പിന്നെ എന്താണ് ലൂക്കോസിൻ്റെ സുവിശേഷം 12 അധ്യായം അതിൻ്റെ 20 വാക്യം വായിക്കുമ്പോൾ, സർവ്വതും നേടിയിട്ടും ഒരുവൻ തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ നാം കൂട്ടിവെച്ചത് മുഴുവൻ വൃഥാവായി പോകുന്നു എന്ന് ദൈവവചനം പറയുന്നു. അതേ, നാം സർവ്വതും നേടിയിട്ടും നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായിട്ടൊരു വ്യക്തിബന്ധം പുലർത്തുവാൻ കഴിയുന്നില്ലെങ്കിൽ നാം ഒരു പരാജയമായി മാറും. നിത്യജീവനായി നമ്മളെ തന്നെ ഒരുക്കുക, അല്ലെങ്കിൽ നിത്യജീവന് വേണ്ടി നാം പിന്നെയും ദൈവസന്നിധിയിൽ തയ്യാറെടുത്ത് ദൈവമക്കളായി ജീവിക്കുക എന്നതിനാണ് ദൈവസന്നിധിയിൽ വലിയ പ്രാധാന്യമുള്ളതെന്ന് നാം മറന്നു പോകരുത്. അതുകൊണ്ട് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഒരു ധനികനായ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു മിസ്റ്റേക്ക്, ഹാവ് പ്രോബ്ലം ഓഫ് മെയിൻറ്റെയിനിങ് റൈറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. താൻ ധനികനായതുകൊണ്ട് തനിക്ക് ദൈവവുമായിട്ടൊരു വ്യക്തിബന്ധം പുലർത്തുവാൻ കഴിയാതിരിക്കുന്നു എന്നതിനേക്കാൾ ഭൗതികമായി നാം നേടുന്നതോ അധ്വാനിച്ചുണ്ടാക്കുന്നതോ അല്ല നമ്മുടെ മുമ്പിലെ പ്രശ്നം. എന്നാൽ ദൈവവുമായി വ്യക്തിബന്ധം പുലർത്തുക എന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് നോ വൺ ഈസ് ബിയോണ്ട് ഗോഡ്സ് റീച്ച്. നമ്മുടെ ജീവിതത്തിൽ നാം ചിന്തിക്കുക, എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിങ്കിൽ നിന്ന് ഒന്നിനും എന്നെ തകർത്ത് കളയുവാൻ കഴിയത്തില്ല. അല്ലെങ്കിൽ ഈ ലോകത്തിൽ ജീവിക്കുന്ന ഒരു ശക്തനായ മനുഷ്യൻ പോലും ദൈവത്തിൻ്റെ ദൃഷ്ടിപഥത്തിൽ നിന്ന് അകന്നിരിക്കുന്നില്ല. ദൈവവചനം ഇങ്ങനെ പറയുന്നു, ഞാൻ ഭൂമിയുടെ അറ്റത്ത് ചെന്ന് കിടക്ക വിരിച്ചാൽ അവിടെയും നിൻ്റെ സാന്നിധ്യം എന്നെ കാണുന്നു. മനുഷ്യ ജീവിതത്തിൽ പരിമിതികളുണ്ട്, തകർച്ചകളുണ്ട്, പരാജയങ്ങളുണ്ട്. അനേകർ ഇന്ന് ആ തകർച്ചകളിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുക. എന്നാൽ ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. നോ വൺ ഈസ് ബിയോണ്ട് ഗോഡ്സ് റീച്ച്. ദൈവത്തിൻ്റെ ദൃഷ്ടിപഥത്തിൽ നിന്ന് ആരും അകന്നു നിൽക്കുന്നവരല്ല. ആയതിനാൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആയുസ് വിശ്വസ്തയോടെ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങി അനേകരെ ഒരുക്കുവാൻ പ്രേരിപ്പിച്ചുകൊണ്ട് ശക്തിയോടും വിശ്വാസത്തോടും ധൈര്യത്തോടും കൂടെ നമുക്ക് മുന്നേറാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളാരും നിന്റെ കണ്ണിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് അകന്നു നിൽക്കുന്നവരല്ല. എന്നാൽ നിൻ്റെ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങി അങ്ങയെ മാത്രം പ്രസാദിപ്പിച്ച് വിശ്വസ്തയോടെ ജീവിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. ഈ ലോക ജീവിത നാടുകളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ മുമ്പിൽ കടന്നു വരുന്ന എല്ലാ പ്രതിസന്ധികളെയും വിശ്വാസത്തിൽ ജയിപ്പാൻ ആവശ്യമായ ദൈവശക്തിയുടെ അളവറ്റ ബലം ഈ ദിവസങ്ങളിൽ സ്വർഗം ഞങ്ങളുടെ മേൽ പകരണമേ. ദൈവകരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.